ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏതാനും വിഷയം ഒരുപാട് വർഷങ്ങളായി നമ്മളൊക്കെ ഒരുപക്ഷെ തിരിച്ചറിവ് തുടങ്ങിയതിന് ശേഷം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട, അവിടുത്തെ വിയോഗവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ സംഘടനാ ഭേദമന്യേ എല്ലാ പള്ളികളിലും റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ, പ്രവാചകന്റെ അന്ത്യദിനങ്ങളെക്കുറിച്ച് അറബിയിലും മലയാളത്തിലുമൊക്കെയായി എല്ലാ സംഘടനകളുടെയും പള്ളികളിൽ സംസാരിക്കാറുണ്ട്. നമ്മുടെ സമസ്തയുടെ പള്ളികളിൽ നബാത്ത് ഖുതുബ എന്ന പേരിൽ അറിയപ്പെടുന്ന മിമ്പറുകളിൽ നിങ്ങളൊരു ചെറിയൊരു കിതാബ് കാണും, ചെറിയ തടിയുള്ള. ഓരോ മാസത്തിലും ഓരോ വിഷയങ്ങളാണ് അതിൽ പറയുക. റബീഉൽ അവ്വലിന്റെ വിഷയം എടുത്തു നോക്കിയാൽ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയമാണ് കാണുക. ഏതായാലും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു ദിവസം, അതായത് ചരിത്രത്തിൽ കൂടുതൽ പ്രാബല്യമുള്ള, ചരിത്രത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ചരിത്രകാരന്മാരും അവരുടെ താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഒരു തീയതി എന്ന് പറയുന്നത് ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഉണ്ടാകുന്നത് എന്നാണ്. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വൽ 10-നാണെന്നുണ്ട്, റബീഉൽ അവ്വൽ 8-നാണെന്നുണ്ട്. എങ്കിലും കൂടുതൽ പണ്ഡിതന്മാർ അവലംബിച്ച് കാണുന്നത് റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഉണ്ടായത് എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലർക്കും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ കേട്ടാൽ അമ്പരന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും ഘോഷയാത്രകളും തോരണം കെട്ടലുകളും ചോറുവെക്കലുകളും എല്ലാം നടക്കുന്ന ഒരു തീയതിയാണത്. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ചരിത്രത്തിലെ നല്ലൊരു ശതമാനം ചരിത്രകാരന്മാരും ആ ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകന് മഖാമം മഹ്മൂദ എന്ന ആ വലിയ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങി കുടിച്ച് ഇനി ഒരിക്കലും ദാഹിക്കാത്ത രൂപത്തിൽ ആ പ്രവാചകന്റെ കൂടെ സ്വർഗപ്രവേശനം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അനുവദിച്ച ശുപാർശ നടത്തുമ്പോൾ ആ ശുപാർശകളിൽ ഒരു കണ്ണിയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് 23 വർഷക്കാലത്തെ നിരന്തരമായ വിശ്രമമില്ലാത്ത പ്രബോധന ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത് ഹിജറ 11-ാമത്തെ വർഷമാണ്. ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ, ആ വർഷത്തെ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്നതിന് ശേഷം മദീന കണ്ട ഏറ്റവും ദുഃഖകരമായ, മദീന ഏറ്റവും കൂടുതൽ കരഞ്ഞ, അവിടെയുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു മാസമാണ് റബീഉൽ അവ്വൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം ഓരോ ദിവസവും മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കാൻ അള്ളാന്റെ റസൂല് തന്റെ വിടവാങ്ങലിന്റെ പല അടയാളങ്ങളും ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കാണ്. ഏറ്റവും ഗൗരവതരമായ ഉപദേശങ്ങളും വസിയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹിജറ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസത്തിലാണ് നൽകിയിട്ടുള്ളത്. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചും നമസ്കാര സ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ, ഈദുകൾ, ഖബറുകൾ ആരാധനാലയങ്ങളാക്കുന്നതിനെ കുറിച്ചും ഈദിന്റെ സ്ഥലങ്ങളാക്കുന്നതിനെ കുറിച്ചുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം മുന്നറിയിപ്പ് നൽകിയതും ഈ മാസത്തിലാണ്. ഈ സംഭവ ബഹുലമായ ദിവസങ്ങൾ കഴിഞ്ഞ് വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വേദനയെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയോജ്യമായ വിടവാങ്ങലിന്റെ ദിവസം, വഫാത്തിന്റെ ദിവസം വന്നെത്തുകയാണ്. അന്ന് സുബ്ഹ് നമസ്കാരത്തിന്, വ്യാഴാഴ്ച ദിവസം ഇശാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ പ്രവാചകൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടും അവിടുത്തെ ശരീരത്തിന്റെ ആ ഒരു ക്ഷീണവും പരാധീനതയും സമ്മതിച്ചില്ല.
മനസ്സോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയും പിന്നീട് പ്രവാചകനെ തെളിഞ്ഞ മുഖവുമായി സ്വഹാബത്ത് കാണുന്നത് ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ സുബ്ഹ് നമസ്കാരത്തിനാണ്. രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി സ്വഹാബികൾ മുഴുവൻ സ്വഫ് കെട്ടി തയ്യാറായി നിൽക്കുന്ന സമയം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരി മാറ്റി. ഇന്ന് മദീന പള്ളി സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം, മദീനയിലെ മിഹ്റാബും മിമ്പറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറകളും പാരലലായിട്ടാണ് നിൽക്കുന്നത്, ഒരേ ലൈനിലാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീട് കിടക്കുന്നത് സ്വഹാബത്ത് നമസ്കരിച്ചിരുന്ന റൗദത്തു മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന ആ സ്ഥലം, റൗദ എന്ന് പറയുന്ന ആ സ്ഥലം, ആ സ്ഥലത്തോട് നേരെ എതിർവശത്തായിട്ട് അവിടുന്ന് കർട്ടൻ നീക്കി നോക്കിയാൽ നിസ്കരിക്കുന്നത് കൃത്യമായി കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുന്നതും അവർക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയും മിഹ്റാബും മിമ്പറും എല്ലാം അതുപോലെ മുസല്ലയും എല്ലാം നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് സ്വഫ് കെട്ടി നിന്ന് സുബ്ഹ് നമസ്കാരം തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിയൊന്ന് മാറ്റി, ആ ഹുജറയുടെ വിരിയൊന്ന് മാറ്റി. സ്വഹാബികൾ പറയുന്നു, ഞങ്ങൾ ഭയന്നു പോയി, ഞങ്ങളുടെ നിസ്കാരം ഇടങ്ങേറിലായി പോകുമോ, ഞങ്ങളുടെ നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് സ്ഫുരിക്കുന്ന ആ പ്രകാശം ഞങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുമാറ് അത്രമാത്രം പ്രകാശപൂരിതമായിരുന്നു ആ മുഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലെ വരെ അനുഭവിച്ച രോഗങ്ങൾ മുഴുവൻ മാറിയെന്ന് ഞങ്ങളെല്ലാവരും മടിയുറച്ചു വിശ്വസിച്ചു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല്, ആ റസൂലിന്റെ മുഖം അത്രമാത്രം പ്രകാശപൂരിതമാകാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് മദീന പള്ളിയിൽ പനയോല കൊണ്ട് മേൽക്കൂരയിട്ട ആ മദീന പള്ളിയിൽ താഴെ പൂഴിമണ്ണ് മാത്രമുള്ള, മണൽ മാത്രമുള്ള മദീന പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന തന്റെ അനുയായികളെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനം അടഞ്ഞിട്ടുണ്ടാവണം. കാരണം താൻ ഏൽപ്പിച്ചു പോകുന്ന ദൗത്യം എന്തുകൊണ്ടും കൃത്യമായി ഏറ്റെടുത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് തൗഹീദിന്റെ വെളിച്ചത്തെ എത്തിക്കാൻ പ്രാപ്തരായ, ഐക്യം കൊണ്ടും ഇത്തിബാഅ കൊണ്ടും എല്ലാം തികഞ്ഞ തന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ അങ്ങേയറ്റം തൃപ്തനായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസാന ദിവസം അഭിമുഖീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധക ജീവിതം തുടങ്ങുന്നത് ഹിറാ ഗുഹയിൽ ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക, പടച്ചവനായ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. സൈഗോട്ടിനിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വാക്കുകൾ ഇറങ്ങിയത് തൊട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതം തുടങ്ങുന്നത്. എളുപ്പമായിരുന്നില്ല, തുടക്കം തന്നെ പ്രയാസമായിരുന്നു. പിടിച്ചു മുറുക്കിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. പിടിച്ചുറുക്കിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. പരിച്ചുറച്ചിട്ടാണ് ആ ജബലുന്നൂറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തിരുത്തുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. അല്ലയോ പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ തക്ബീർ കൊണ്ട് നീ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? നബിയെ, എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല, എനിക്ക് കിടക്കാൻ സമയമില്ല, പനിച്ച് പുതച്ചു മൂടി കിടക്കേണ്ടവനല്ല, അങ്ങ് എഴുന്നേൽക്കുക. പ്രബോധനത്തിന്റെ വിശ്രമമില്ലാത്ത വീതിയിലാണ് ഇനിയുള്ള അങ്ങയുടെ രാപ്പകലുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അw ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. അല്ലയോ പുതച്ചു മുടി കിടക്കുന്നവനെ, എഴുന്നേൽക്കുക, രാത്രിയുടെ കുറച്ച് ഭാഗമൊടിച്ച് നിന്ന് നമസ്കരിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. കാരണം എന്താണെന്നറിയോ? ഭാരമേറിയ വാക്കുകളും ഭാരമേറിയ ഉത്തരവാദിത്വവും അങ്ങയിലേക്ക് ഇതാ ഞാൻ ഇട്ടുതരാൻ പോകുകയാണ്, അങ്ങയുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരാൻ പോകുകയാണ്. അതുകൊണ്ട് എഴുന്നേൽക്കുക, നിസ്കരിക്കുക, ഹൃദയത്തെ പാകപ്പെടുത്തുക, മനസ്സിനെ പാകപ്പെടുത്തുക, ശരീരത്തെ പാകപ്പെടുത്തുക, വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക. അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മുഴുതൊലികൾ മുഴക്കിക്കൊണ്ട് പ്രബോധനത്തിന്റെ വീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നീട് വിശ്രമിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. എഴുന്നേറ്റു നിരന്തരമായ നിതാന്തമായ അഹോരാത്രമുള്ള ഉറങ്ങാതെ ഉണ്ണാതെ വിശ്രമിക്കാതെ സമാധാനം അനുഭവിക്കാതെ ശാന്തി അനുഭവിക്കാതെ ആ പ്രബോധനത്തിന്റെ തീച്ചൂളകൾ നിറഞ്ഞ വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചു. അവസാനം ഹജ്ജത്തുൽ വിദാഇന്റെ ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ച് തന്നിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്നിട്ടില്ലേ? അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കുക, നീ സാക്ഷ്യം വഹിക്കുക, നീ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ തന്റെ ചുമലിലേൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം തന്റെ മുന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ സ്വഹാബത്ത് അതുപോലെ ഏറ്റെടുത്ത് ലോകത്തിന്റെ പീഠഭൂമികളും മാമലകളും സാഗരങ്ങളും മരുഭൂമികളും താണ്ടിക്കടന്ന് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കേരളക്കരയിൽ വരെ പരിശുദ്ധ ദീനിന്റെ വെള്ളി വെളിച്ചമെത്തുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിലും അതെന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ആ വസിയത്ത് ഏറ്റെടുത്തുകൊണ്ട് അന്ന് പുറപ്പെട്ട ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് ആ ഒരു കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് പുറപ്പെട്ട സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ഈ തക്കാളി പീടിക പള്ളിയിലും എന്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം. നമ്മൾ കാണുന്ന ഇന്ന് ലോകത്തുള്ള 200 കോടിയിലധികം വരുന്ന 2 ബില്യണിലധികം വരുന്ന ലോകത്തിന്റെ 4 മനുഷ്യന്മാരെ എടുത്താൽ അതിലൊരാൾ മുസ്ലിങ്ങളാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഈ മാർഗത്തിലേക്ക് ഇറങ്ങിയ സ്വഹാബത്തിന്റെ പരിത്യാഗവും ത്യാഗവുമായിരുന്നു. ആ സ്വഹാബത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പല പ്രമുഖരായ സ്വഹാബികളും അന്ന് മദീനയിലില്ല. അവര് ദഅവത്തിന്റെ മാർഗത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവസാനമായ ഒരു ചുംബനം നൽകാൻ പല സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ദഅവത്തിന്റെ വീതിയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജബറുൽ നൂറിൽ വെച്ച് അല്ലാഹു പിരടിയിൽ വെച്ച് കൊടുത്ത ആ ഭാരമേറിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് അവർ പോയതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിക്കുക. തോരണം നെട്ടിക്കെട്ടിയും നെയ്ച്ചോറ് വെച്ചും ബിരിയാണി വെച്ചും ഘോഷയാത്ര നടത്തിയും നാം ആഘോഷിക്കുമ്പോ ഈ ഇസ്ലാമിന്റെ സന്ദേശം ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും നാം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അമുസ്ലിങ്ങളായ എത്ര സുഹൃത്തുക്കളുണ്ട് പ്രിയപ്പെട്ടവരെ? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, പ്രവാചകനെ കുറിച്ച് അറിയാത്ത, ഖുർആനിനെ കുറിച്ച് അറിയാത്ത എത്ര നൂറുകണക്കിന് മനുഷ്യന്മാരുമായി നാം ഇടപഴകുന്നുണ്ട്. അവർക്ക് ഈ ദീൻ നാം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വസിയത്ത് മനസ്സാ വാച കർമ്മണ ഞാനും നിങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടോ? പക്ഷേ ഒന്നാം തലമുറ അങ്ങനെ ആയിരുന്നില്ല. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാരത്തിന് സ്വഫ് കെട്ടി നിൽക്കുന്ന സ്വഹാബത്തിനെ നോക്കി ചിരിച്ചത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. ആ സ്വഹാബത്തിന്റെ ആ ഉമ്മത്തിലെ ഒന്നാം തലമുറക്കാരുടെ ജാഗരൂകതയായിരുന്നു പിന്നീട് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും വളർന്ന് പടർന്ന് പന്തലിച്ചത്. ചൈന മുതൽ സ്പെയിൻ വരെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് പിന്നീട് വന്നത് ആ സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. വാളുകൊണ്ടും ആയുധം കൊണ്ടും കയ്യൂക്കുകൊണ്ടും അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനുഷ്യർക്ക് ഓതിക്കൊടുത്ത് അവരെ ശുദ്ധീകരിച്ച് അവരെ അവരുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അവര് ദഅവത്ത് നടത്തിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യം കൃത്യമായി സ്വഹാബത്തെ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ദിവസം നാം സ്മരിക്കുമ്പോൾ നാം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ആ തൗഹീദിന്റെ പ്രബോധനം ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആ സുന്നത്തിന്റെ പ്രബോധനം നാം ഏറ്റെടുക്കാൻ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്രമമില്ലാത്ത പ്രബോധനത്തിന്റെ ജീവിതത്തിന്റെ നാളുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചിരിയും ആ മുഖത്തിന്റെ പ്രസന്നതയുമെല്ലാം കണ്ടതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രവാചകന്റെ ഉറ്റ തോഴന്മാർ മദീനയിൽ നിന്ന് മദീനയുടെ പുറത്തേക്ക് പല ആവശ്യങ്ങൾക്കായി യാത്രയായി. കാരണം അവർക്കറിയില്ലല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം ഇന്നുണ്ടാകുമെന്ന് അവർക്കറിയില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനേക്കാൾ എത്രയോ ദറജയുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിഎം മടവൂരിനേക്കാൾ എത്രയോ ദറജയുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റബീഉൽ അവ്വൽ ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-ന് കുറച്ചു കഴിഞ്ഞ് അള്ളാന്റെ റസൂല് മരിക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതറിയാൻ അവർക്ക് സാധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞില്ല.
അറിയുമായിരുന്നെങ്കിൽ ആ പ്രവാചകന്റെ ചാരത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരേക്ക് യാത്രയായി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധക്ഷയം മുമ്പൊരിക്കലുമില്ലാത്ത വിധം വർദ്ധിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി വളരെ പ്രധാനപ്പെട്ട വസിയത്ത് കൊടുത്തു. തന്റെ കയ്യിലുള്ള ഏതാനും ദിർഹം മാത്രം വരുന്ന സമ്പാദ്യം മുഴുവൻ സ്വതക്കയായി നൽകി. എല്ലാവരോടും പൊരുത്തം ചോദിച്ചു, മാപ്പ് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്ന ആ രംഗമൊക്കെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയാണ്, ഉപ്പ എന്തൊരു പ്രയാസമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു വേദനയാണ് ഉപ്പ നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നുണ്ട്, മോളെ വേദനകളുടെ അവസാനത്തെ ദിവസമാണിത്, പ്രയാസങ്ങളുടെ അവസാനത്തെ ദിവസമാണിത്. ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്ത് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചെവിയിൽ പറഞ്ഞു, മോളെ ഇന്നത്തെ ദിവസം ഇനിയൊരു സൂര്യോദയം ഉപ്പ കാണില്ല, ഇനിയൊരു ദിവസത്തിന് സാക്ഷ്യം വഹിക്കാൻ നിന്റെ ഉപ്പയുണ്ടാകില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമതൊരു കാര്യം കൂടി ഫാത്തിമയുടെ ചെവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അഹലുകാരിൽ എന്നെ ആദ്യമായി പിന്തുടർന്നു വരുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സ്വന്തം മരണവാർത്ത അറിഞ്ഞപ്പോ ഒരു മകള് ചിരിക്കണമെങ്കിൽ തന്റെ ഉപ്പയില്ലാത്ത ഈ ദുനിയാവിൽ എത്രമാത്രം ജീവിക്കാൻ മകൾ വെറുക്കുന്നു എന്നതിന്റെ ആഴമാണ് അവിടെ കാണിക്കുന്നത്. ഉപ്പയില്ലാത്ത ഈ ദുനിയാവിൽ ജീവിക്കുക എന്നത് ആ മകളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രയാസമാണ് എന്നതാണ് പ്രിയപ്പെട്ടവരെ. ഫാത്തിമ റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പ വിട പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് മരണമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ചിരിക്കാൻ കാരണം അതാണ് പ്രിയപ്പെട്ടവരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാളത്തിന്റെ ചുവട്ടിലേക്ക്, അവിടുത്തെ മടിയിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. പ്രബോധനത്തിന്റെ ആദ്യ നാളിൽ അള്ളാഹുവിന്റെ റസൂല് തലവെച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ്. പ്രവാചകന്റെ ആ നെറ്റിയിൽ തടവിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു കൈവിടില്ല എന്ന സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ ആ ജീവിതത്തിന്റെ വിയോഗത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലവെച്ച് കിടക്കുന്നത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ്, അവരുടെ മാറിടത്തിന്റെ ചുവട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. നോക്ക് നിങ്ങൾ, ആ മരണത്തിന്റെ വേദനയുമായി പിടയുന്ന സമയത്ത് പോലും തന്റെ ചുറ്റിലും ഇരിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഉമ്മത്തെ മരണത്തിന് വേദനയുണ്ട്, അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കാൻ. ആ മരണവേദന കൊണ്ട് പുളയുന്ന സമയത്ത് പോലും തന്റെ ഉത്തരവാദിത്തം മറക്കാത്ത ഒരു പ്രവാചകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആ പ്രവാചകൻ കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ നോട്ടത്തിന്റെയും അള്ളാന്റെ റസൂലിന്റെ അനക്കത്തിന്റെയും അള്ളാന്റെ റസൂലിന്റെ വാക്കുകളുടെയും ആന്തരികർത്ഥങ്ങൾ കൃത്യമായി അറിയുന്നവരാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അവിടുത്തെ മുഖം ഒന്ന് മാറിയാൽ ആദ്യം തിരിച്ചറിയുക ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണോ? അതേ എന്ന് പ്രവാചകൻ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങിച്ച് ആ മിസ്വാക്കിന്റെ ഇപ്പുറത്തെ ഭാഗം സ്വന്തം വായിലിട്ട് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രവാചകൻ ആ മിസ്വാക്ക് പിടിച്ച് വളരെ ശക്തിയായി, മുമ്പൊരിക്കലുമില്ലാത്ത വിധം വളരെ ശക്തിയായി തന്റെ ദന്തശുദ്ധി വരുത്തി എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേളയിൽ പോലും തന്റെ ജീവിതത്തിന്റെ ചിട്ടയെക്കുറിച്ച്, വൃത്തിയെക്കുറിച്ച്, വെടുപ്പിനെക്കുറിച്ച് ബോധമുള്ള മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവശതയിൽ നിന്ന് അവശതയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. ആ പ്രവാചകന്റെ ചുണ്ടുകൾ അനങ്ങുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിനോടടുപ്പിച്ചു. അവിടുന്ന് പറയുകയായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു താ. അല്ലാഹ് ആരാ പറയുന്നത്?
മുമ്പും പിമ്പുമുള്ള സകല പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ. അല്ലാഹു നീ എനിക്ക് പുറത്തു താ അല്ലാഹ്, അല്ലാഹു നീ എന്നോട് കരുണ കാണിക്കറബ്ബേ, വൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ കൂടെ നീ എന്നെ ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല റഫീഖിൽ അഅ്ലാ, ഇല റഫീഖിൽ അഅ്ലാ, ഇല റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു വിരൽ ഉയർന്നു. ഏറ്റവും നല്ല മരണത്തിന്റെ അലാമാത്തുകളിൽ ഒന്നായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് ആളുകളുടെ ചൂണ്ടുവിരൽ ഉയർന്നിട്ടുണ്ടാകും, തൗഹീദിനെ കാണിക്കുന്നതാണ്. ഇല റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നിലച്ചു. അവിടുത്തെ കൈകൾ മെല്ലെ താഴേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കണ്ണുകൾ അടച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവനിലേക്ക് യാത്രയായി. അല്ലാഹു ഏൽപ്പിച്ച ആ ദൗത്യം കൃത്യമായി സുന്ദരമായി പൂർത്തീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് യാത്രയായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ മരണം സ്വഹാബത്തിന് എളുപ്പമായിരുന്നു എന്ന്? അള്ളാന്റെ റസൂലിന്റെ മരണം അത് നേരിടാൻ, അള്ളാന്റെ റസൂലിന്റെ മരണം അത് താങ്ങാനുള്ള കെൽപ്പ് പ്രവാചകന്റെ സ്വഹാബികൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല, അക്ഷരാർത്ഥത്തിലില്ല. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ഏറ്റവും ധൈര്യശാലിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എവിടെയും തകരാത്ത ഉമർ. നിങ്ങൾക്കറിയോ, ഹിജ്റ പുറപ്പെടുന്ന സമയം സ്വഹാബികളായ സ്വഹാബികൾ മുഴുവൻ, അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, എല്ലാവരും ഖുറൈശികളുടെ കണ്ണ് വെട്ടിച്ച് പാത്തും പതുങ്ങിയുമാണ് പോയതെങ്കിൽ ദാറുൻ നദ്വ എന്ന് പറയുന്ന ഖുറൈശികളുടെ പാർലമെന്റ് അന്നത്തെ അതിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഉമർ പറഞ്ഞു, എടോ ഞാനിതാ മദീനയിലേക്ക് പോവാണ്, ഞാൻ ഹിജ്റ പോവുകയാണ്, ആർക്കാണ് എന്നെ തടയാൻ തന്റെ ഇടമുള്ളത്? ഞാൻ ആ മലഞ്ചെരിവിന്റെ അപ്പുറത്ത് കാത്തുക്കുന്നുണ്ടാവും, നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ് പരസ്യമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പുറപ്പെടുന്നത്. ഒരു കുട്ടി തടയാൻ വന്നില്ല. കാരണം ഉമറിനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രശ്നമല്ല. മരിക്കാന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് പ്രയാസമുള്ള വിഷയമല്ല. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഉമർ റളിയല്ലാഹു ആദ്യം ചോദിക്കുന്ന എന്താ അറിയോ? റസൂലേ, നമ്മൾ സത്യമാണ് പറയുന്നത്, പിന്നെ എന്തിനീ ദാറുൽ അർക്കം? വാ നമുക്ക് ഇറങ്ങാം ഖുറൈശികളുടെ നടുവിലേക്ക്. എന്താ അവർ ചെയ്യുക നോക്കാം നമുക്ക്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നിരയിൽ ഒരു വിഭാഗം ആളുകളും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിരയിൽ ഒരു വിഭാഗം ആളുകളുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീറിന്റെ ധ്വനികൾ മുഴക്കി ആ സ്വഹാബത്ത് ആദ്യമായി മക്കയുടെ തെരുവീതിയിലൂടെ നെഞ്ചി വിരിച്ച് തല ഉയർത്തി നടന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണത്തിന് ശേഷമാണ്. അത്രക്ക് മനഃശക്തിയുള്ള, അത്രക്ക് ഹൃദയത്തിന് കട്ടിയുള്ള ഉമർ റളിയല്ലാഹു അൻഹു തകർന്നുപോയത്, തോറ്റുപോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വാർത്ത കേട്ടപ്പോഴാണ്. അദ്ദേഹം പല ന്യായങ്ങൾ പറഞ്ഞ് മരണം സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ പോയതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായ നിയമങ്ങൾ സ്വീകരിക്കാൻ അള്ളാന്റെ റസൂൽ പോയിരിക്കാൻ. ആ റൂഹ് തിരിച്ചു വരും, ആ ആത്മാവ് തിരിച്ചു വരും. ആരെങ്കിലും പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ, അങ്ങനെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. കൊന്നുകളെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, വാള് ഊരിപ്പിടിച്ച് നോക്കി നിന്നു. ഒരാള് മിണ്ടിയില്ല. കാരണം മിണ്ടിയാൽ ഉമറിന്റെ നിയന്ത്രണം പോകുന്ന എല്ലാവർക്കും അറിയാം. അവിടെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പക്വതയുടെയും വിവേകത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രതീകമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് നേരെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി. ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് വെള്ളത്തുണി മാറ്റിയിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, 2 മരണം അങ്ങേക്ക് എന്തായാലും അള്ളാഹു തരൂല. അങ്ങയുടെ ജീവൻ ഇതാ നിലച്ചിരിക്കുന്നു, അങ്ങയുടെ ശ്വാസം ഇതാ നിലച്ചിരിക്കുന്നു. 2 മരണം എന്തായാലും അങ്ങേക്ക് ഉണ്ടാവില്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങുമ്പോൾ കാണുന്നത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമർ. ഭയചകിതരായി അള്ളാന്റെ റസൂലിന്റെ വേർപാടിന്റെ വേദനയും ഉമറിന്റെ ഈ ആക്രോശവും കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സ്വഹാബത്ത്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് പാരായണം ചെയ്തു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിന്റെ 144-ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും
ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മുന്നിലും എണ്ണമറ്റ പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങളിൽ ആരാണോ മടമ്പുകാരിൽ പിന്തിരിഞ്ഞു പോകുന്നത് അറിയുക, അള്ളാഹുവിന് അവരൊരു ദോഷവും വരുത്തുകയില്ല, നഷ്ടം അവന് തന്നെയാണ്. അള്ളാന്റെ റസൂല് മരണപ്പെടുമെന്ന ആ വസ്തുത, അള്ളാന്റെ റസൂല് കൊല്ലപ്പെട്ടേക്കാമെന്ന ആ വസ്തുത പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ മായിക ലോകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വസ്തുത ഉമർ റളിയല്ലാഹു അൻഹു അതാ തിരിച്ചറിയുകയാണ്. ദേഷ്യം സങ്കടത്തിന് വഴിമാറുകയാണ്, ആക്രോശം ആ ബലഹീനതയിലേക്ക് വഴിമാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അത്രയും നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ആളുകളെ നേരിടാൻ തയ്യാറായ നിന്ന് എന്റെ കാലുകൾ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കൈയിന്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന സത്യം ഞാൻ ഇതാ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന കരയാത്തൊരു കണ്ണുകൾ പോലും ഉണ്ടായിരുന്നില്ല, ചകരാത്തൊരു ഹൃദയം പോലും ഉണ്ടായിരുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വരെയുള്ള സകല സ്വഹാബികളും കരയുകയാണ്. നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ആ വേദന ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിച്ച് അലി ഇബ്നു അബീ ത്വാലിബും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അടക്കമുള്ള അടുത്ത കുടുംബക്കാരായ സ്വഹാബിമാർ പ്രവാചകന്റെ ജനാസ കുളിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ ഖബറടക്കുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ ആ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുകയാണ്. എന്നിട്ട് ആ പ്രവാചകന്റെ ഖബറടക്കം കഴിഞ്ഞ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ടല്ലയോ സഹാബത്തെ, എങ്ങനെയാണ് പ്രവാചകന്റെ മേലെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് സാധിച്ചത്? എങ്ങനെയാണ് എന്റെ നബിയെ നിങ്ങൾക്ക് ഖബറിലേക്ക് വെക്കാൻ സാധിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്വഹാബിമാരുടെ വേദനിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് പോവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്ന് ബിലാൽ എങ്ങോട്ടാണ്? റസൂൽ വിട പറഞ്ഞു. ഭാരിച്ച ഉത്തരവാദിത്തം രാഷ്ട്രീയപരമായി മതപരമായി എന്റെയും നിന്റെയും കയ്യിലുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? ബിലാൽ മറുപടി പറഞ്ഞു, റസൂലില്ലാത്ത മദീന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അബൂബക്കർ, അതുകൊണ്ട് ഞാൻ പോവാൻ. അള്ളാന്റെ റസൂല് ഇല്ലാത്തൊരു മിഹ്റാബും മിമ്പറും എനിക്ക് കാണാൻ കഴിയില്ല, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോകുകയായിരുന്ന ബിലാൽ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തടഞ്ഞു. അപ്പൊ ബിലാൽ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ എന്നെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിച്ചത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, അതല്ല അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ റസൂലില്ലാത്ത ഈ മദീനയിൽ നിൽക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, എനിക്കത് കഴിയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു യാത്രയാകണം. പ്രിയപ്പെട്ടത്, ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദർശത്തിന്റെ പ്രതീകമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ബിലാൽ? പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ബിലാൽ? മക്കയിലെ മൊട്ടക്കുന്നുകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യന്റെ വില പോലും ഇല്ലാതിരുന്ന ഒരു അടിമ, നീഗ്രോ വംശജനായ ഒരു അടിമ, തന്റെ തറവാടേത് തന്റെ നെസ്ലേത് എന്നൊന്നും ഒരു വിവരവുമില്ലാത്തൊരു അടിമ. ആ അടിമ പ്രിയപ്പെട്ടവരെ എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആദ്യമായി കഅബാലയത്തിൽ തൗഹീദ് വിളംബരം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ അവസരം കൊടുത്തത് ബിലാലിനാണ്. 300 ചില്ലാനം വരുന്ന കഅബാലയത്തിന്റെ അകത്തുള്ള വിഗ്രഹങ്ങൾ തച്ചുടച്ചതിന് ശേഷം അബൂബക്കർ കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ, ഉമർ കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ, ഉസ്മാൻ കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ റളിയല്ലാഹു അൻഹും പറതുവൻ. പക്ഷേ റസൂൽ വിളിച്ചത് യാ ബിലാൽ, ബിലാലിനെയാണ് പ്രവാചകൻ വിളിച്ചത്. ബിലാലാണ് കാബയുടെ മുകളിലേക്ക് കയറുന്നത്. എന്നിട്ട് ബിലാലാണ് നൂറ്റാണ്ടുകൾ മൂടി വെച്ചിരുന്ന ആ ശിർക്കിന്റെ കേന്ദ്രങ്ങൾക്കെതിരെ ആദ്യ പ്രഖ്യാപനം നടത്തുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ എങ്ങനെയാണ് ആ നേതാവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ബിലാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ പോയി വിളിക്കുക.
ബിലാലിന്റെ വാങ്ക് കേട്ടാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. അത്രത്തോളം നമ്മൾ പറയില്ലേ, പൂവിന്റെ ചുറ്റിലും സദാ ചുറ്റിക്കറങ്ങുന്ന കരിവണ്ടിനെ പോലെ അള്ളാന്റെ റസൂലിന്റെ ചുറ്റിലും. റസൂൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, പ്രവാചകൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് സദാ പ്രവാചകന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങി കളിക്കുമായിരുന്നു ബിലാൽ. പ്രവാചകന്റെ മരണത്തോടുകൂടി ആ കറുത്ത പ്രവാചകന്റെ അനുയായി ആ നാട്ടിൽ നിന്ന് പോയി കളഞ്ഞു. പിന്നീട് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ അറിയുന്ന ചരിത്രമാണ് അത്. ബിലാലിന് പിന്നീട് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബിലാലാണ് ഏറ്റവും വലിയ ബാങ്കുകാരൻ. ഏറ്റവും സ്വരമാധുര്യമുള്ള ബാങ്ക് ബിലാലിൻ്റെതാണ്. പിന്നീട് ബിലാൽ ഒന്നിന് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമറുല്ലാന്റെ ഭരണകാലത്താണ് സിറിയയിൽ വെച്ച് ഒരു വട്ടം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത്. ബിലാൽ വിസമ്മതിച്ചു, നിർബന്ധത്തിന് വഴങ്ങി ബാങ്ക് കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്നെ ബിലാലിന്റെ തൊണ്ടടയാൻ തുടങ്ങി. അഷ്ഹദു അന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കുച്ചരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. ബോധം കിട്ടുന്നു. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സ്വഹാബത്ത് സ്നേഹിച്ചു. അത്രത്തോളം പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് ആരും നബിദിനാഘോഷിച്ചിട്ടില്ല കേട്ടോ. അതും കൂടി മനസ്സിലായിക്കോ. ഒറ്റ സ്വഹാബത്തും ഒരു ദഈഫായ ഉദ്ധരണി പോലും കാണിച്ചു തരാൻ കഴിയൂല. ഒന്നിക്കലും നമ്മൾ പറയണം നമ്മളെക്കാൾ അറിവുള്ളവർ സ്വഹാബത്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയണം ആ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമില്ല. രണ്ടും പറയാൻ കഴിയില്ല ഒരു മുസ്ലിമിന്. മഅദല്ലാഹ്, ഒരൊറ്റ സ്വഹാബിയും നബിദിനാഘോഷിച്ചിട്ടില്ല. ഒരൊറ്റ സഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആ ഡേറ്റ് അന്വേഷിച്ച് പോയിട്ടില്ല. കാരണം പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാതൃക ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ആ പ്രവാചകന്റെ ഉത്തമ അനുയായികളായി ജീവിച്ചിട്ടാണ്. ഉത്തമ അനുയായികളായി ജീവിച്ചിട്ടാണ് റസൂലിനുള്ള സ്നേഹം കാണിക്കേണ്ടത്. ജീവിതത്തിന്റെ ആഘോഷവേളകളിൽ അള്ളാന്റെ റസൂലിന്റെ മുഹബ്ബത്തും അള്ളാന്റെ റസൂലിന്റെ ഇത്തിബാവും എല്ലാം ധൂളികളായി പറത്തിയിട്ട് ഈ ഉമ്മത്ത് ആഘോഷിക്കാനുള്ള അവസ്ഥ നോക്കി നിൽക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇതല്ല അള്ളാന്റെ റസൂലിനുള്ള സ്നേഹം. നമ്മൾ പിൻപറ്റി എന്തൊക്കെ പ്രതിസന്ധി നോക്ക്. നിങ്ങൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബും ഒക്കെ തുറന്നാൽ ഫ്ലഡാണ്, വെള്ളപ്പൊക്കമാണ്. റസൂലിനെ തെറി പറഞ്ഞു, റസൂലിനെ കുറിച്ചുള്ള ഇല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു, റസൂലിനെ കുറിച്ചുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വെള്ളപ്പൊക്കമാണ്. അതിനെതിരെ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനുവേണ്ടി ദിവസത്തിൽ ഒരു 2 മണിക്കൂറെങ്കിലും വായിക്കാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹിന്റെ റസൂലിനെ ഡിഫെൻഡ് ചെയ്യാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്കേക്ക് വരുന്ന, അവിടുത്തെ വ്യക്തിത്വത്തിന്റെ നേർക്കേക്ക് വരുന്ന കൂരമ്പുകളെ തടുത്തു നിർത്താൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അവിടെയാണ് പ്രവാചകന്റെ മദ്ഹ് പറയേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടത്തെ അറിവില്ലായ്മ കൊണ്ട് വിമർശിക്കുന്ന ആളുകളിലേക്കാണ്. ബോധമില്ലാതെ പ്രവാചകനെ തെറിവ് വിളിക്കുന്നവരോടാണ് അവിടുത്തെ മദ്ഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടുത്തെ അപദാനങ്ങൾ പാടേണ്ടത് അവരോടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തമ അനുയായികളായി മുത്തബിഉ സുന്നകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നാം തീർത്തും വീണ്ടും പ്രകടിപ്പിക്കുക. മദ്ഹ് പറയൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ജീവിതത്തിന്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയല്ല, ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെയുള്ള സകല ദിവസങ്ങളും പ്രധാനപ്പെട്ടതാണ്. സകല ദിവസങ്ങളും, ഓരോ ദിവസവും ഒരൊറ്റ ദിവസം പോലും മുസ്ലിമിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാതെ, ആ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്താതെ, ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തൊരു ദിവസം പോലും മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രിയപ്പെട്ടവരെ ദൃഢനിശ്ചയം ചെയ്യണം. നാം ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ പ്രത്യേകമായി പറയേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.